ദൈവം നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നൽകുന്നത് എന്തിന്? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ ഓരോരുത്തരും ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരോ ആണ്. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നൽകുന്നത്? നമുക്കതിനെ രണ്ട് തലങ്ങളിലൂടെ വിശദമാക്കാം. ഒന്ന്, ജ്യോതിഷവശാൽ ഒരാളിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടുകൾക്കും ദുഃഖദുരിതങ്ങൾക്കും കാരണം പൂർവ്വജന്മ കർമ്മഫലമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ പൂർവ്വജന്മ കർമ്മഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കർമ്മത്തിൻ്റെ ഫലമായ പാപ കർമ്മഫലം നമ്മൾ അനുഭവിച്ച് പാപമുക്തരാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുകയും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുകയും നമ്മളിലേക്ക് എല്ലാ സമ്പൽ സമൃദ്ധികളും സുഖസൗകര്യങ്ങളും എല്ലാ നന്മകളും വന്നു ചേരുകയുള്ളൂ. ഇത് ജ്യോതിഷ വിശ്വാസം. രണ്ട്, നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും നേരിട്ട് അതിനെ അതിജീവിച്ച് മുന്നേറുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരും വിജയികളുമായി മാറുന്നു. നമ്മൾ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ആ തടസ്സങ്ങളെ അതിജീവിക്കുമ്പോൾ നമ്മൾ മാനസികമായി വളരെ കരുത്തരായി മാറുന്നു. ജീവിതത്തിൽ പരാജയപ്പെടാത്ത ഒരാളും വിജയിച്ച ചരിത്രങ്ങളില്ല. പല വലിയ വിജയങ്ങൾ നേടിയ ആൾക്കാരും ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികളും പരാജയങ്ങളും നേരിടുകയും അതിനുശേഷം വൻ വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവർ ലോക ചരിത്രത്തിൽ സുവർണ മുദ്ര പതിപ്പിച്ചവർ തന്നെയാണ് ഇവരൊക്കെ. ഒരു പക്ഷിയുടെ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞ് പുറത്തു വരാൻ സമയമാകുമ്പോൾ ആ മുട്ടയുടെ പുറന്തോട് അകത്തു നിന്നും ശക്തമായി പൊട്ടിച്ചാണ് ആ കിളിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ചിത്രശലഭത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ പ്യൂപ്പ ആ പുറത്തു വരേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ ശക്തമായ പുറന്തോട് ശക്തിയാൽ പൊട്ടിച്ച് തന്നെയാണ് പുറത്തു വന്ന് സ്വതന്ത്രമായ ഈ ലോകത്തിലേക്ക് വരുന്നത്. അതുപോലെ നമ്മളുടെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ നമ്മൾ ശക്തമായി നേരിട്ട് വിജയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളെ കാത്തിരിക്കുന്ന വൻ വിജയങ്ങളിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പല പ്രാവശ്യം പരാജയത്തെ അഭിമുഖീകരിച്ച് അവസാനം അമേരിക്കൻ പ്രസിഡൻ്റായി തീർന്ന എബ്രഹാം ലിങ്കനും പോളിയോ ബാധിച്ച് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി അവസാനം ഓട്ടക്കാരിയായി മാറുകയും ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റായി മാറി ഒളിമ്പിക് മത്സരങ്ങളിൽ ഗോൾഡ് മെഡൽ നേടിയ ഓട്ടക്കാരിയായ വിൽമ റുഡോൾഫും അതോടൊപ്പം പാദ രോഗവും വളർച്ചാ ഹോർമോണിൻ്റെ കുറവും ഉണ്ടായിരുന്ന കുട്ടി വളർന്ന് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയായി മാറിയതും നന്നായി സംസാരിക്കാനോ സിനിമാ നടനാകണമെന്ന തൻ്റെ ആഗ്രഹമൊന്ന് പറഞ്ഞ് തീർക്കാൻ പോലും വ്യക്തമായി ഉച്ചരിക്കാൻ പോലും സാധിക്കാതിരുന്ന വ്യക്തി പിന്നീട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഋത്തിക് റോഷനും തൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം മുംബൈയിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങേണ്ടി വന്ന ബോളിവുഡിൻ്റെ സാക്ഷാൽ കിങ് ഖാനും തൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് ആകാശവാണി തിരസ്കരിച്ച ഗായകൻ യേശുദാസും കാണാൻ മുഖം കൊള്ളില്ല, മുഖസൗന്ദര്യം പോരാ, ശബ്ദം പോരാ എന്ന് പറഞ്ഞ് പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അമിതാഭ് ബച്ചനും അതോടൊപ്പം വരയ്ക്കാൻ കൊള്ളില്ല, വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കപ്പെട്ട വാൾട്ട് ഡിസ്നിയും എല്ലാം അവരുടേതായ വ്യക്തിമുദ്ര ചരിത്രത്തിൽ പതിപ്പിൻ്റെ ഭാഗമായി മാറ്റിയവരാണ്. പലപ്പോഴും ദാരിദ്ര്യം നിറഞ്ഞ കഠിന പ്രതിസന്ധികളിൽ നിന്നുമാണ് പല ലോക ഇതിഹാസങ്ങളും രൂപപ്പെടുന്നത്. വളരെ മനോഹരമായ താമര ചെടിയുടെ ചുവട് നിൽക്കുന്നത് ചെളിയിൽ നിന്നാണ് ആ താമര ഉയർന്നു വരുന്നത്. അതേപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് കായിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ വ്യക്തിപ്രഭാവങ്ങളും വളർന്നു വന്നിട്ടുള്ളത് അതികഠിനമായ ബാല്യകാലങ്ങളിൽ നിന്നും വളരെ കഠിനമായ അവസ്ഥകളെ അതിജീവിച്ചു വളർന്നു വന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തത് മൂലം കിലോമീറ്ററുകളോളം നടന്ന് ആരാധനാലയത്തിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കഴിച്ച് വിശപ്പടക്കിയിരുന്ന ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സും കുട്ടിക്കാലത്ത് സൈക്കിളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞത് മൂലം പട്ടാളത്തിലെ ഇഷ്ടപ്പെട്ട ജോലി നേടാൻ സാധിക്കാതെ വരികയും പിന്നീട് മലയാള സിനിമയിലെ
പ്രമുഖ നടനായി മാറുകയും ചെയ്ത വ്യക്തിയും എല്ലാം ഇതേപോലെ പലവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ വൻ വിജയങ്ങൾ കരസ്ഥമാക്കിയവരാണ്. നിങ്ങൾക്ക് വൻ വിജയങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചേ മതിയാവൂ. സ്വർണവും ഉരുക്കുമെല്ലാം വലിയ ഉയർന്ന താപനിലയിൽ ചുട്ടുപഴുപ്പിച്ച് അടിച്ച് രൂപപ്പെടുത്തിയാണ് മനോഹരമായ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതും ശക്തമായ ഉറപ്പുള്ള പണിയായുധങ്ങളായി ആ ഉരുക്കിനെ മാറ്റിയെടുക്കുന്നതും. അതിനായി ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും വൻ വിജയങ്ങൾക്കായി നമ്മൾ ആ പ്രതിസന്ധികളെന്ന് പറഞ്ഞ പ്രതിസന്ധികളെ അതിജീവിച്ച് കൂടുതൽ ശക്തരായി മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് വൻ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യമുള്ളൂ. എന്നാൽ നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവിടെ വെച്ച് നമ്മൾ പരാജയപ്പെടുകയോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്ന് നമ്മൾ അതവിടെ വെച്ച് ആ ലക്ഷ്യങ്ങൾ മതിയാക്കി മടങ്ങിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ പരാജയപ്പെടുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു മറുവശത്ത് നമ്മൾക്കായി വിശാലമായ ഒരു സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. പലപ്പോഴും പലരും ഇത് മനസ്സിലാക്കാറില്ല. നമ്മൾക്ക് എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറുവശത്ത് നമ്മൾക്കായി ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അത് പലരും കണ്ടെത്താതിരിക്കുകയും അത് മനസ്സിലാക്കാതെ ജീവിതത്തിൽ പരാജയപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. നമ്മൾക്ക് കഠിനമായ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സ് അതിശക്തമാവുകയും നമ്മൾ വളരെ ദൃഢനിശ്ചയമുള്ളവരും ഇച്ഛാശക്തിയുള്ളവരും ആത്മവിശ്വാസം വർദ്ധിച്ചവരും ആയി മാറുകയും നമ്മൾക്ക് എന്തും നേടിയെടുക്കാനുള്ള കഴിവുകൾ നമ്മളിൽ അന്തർലീനമായി ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വന്തമായി വളവും വെള്ളവും വലിച്ചെടുത്ത വളർന്ന മരങ്ങളാണ് എപ്പോഴും വൻ വൃക്ഷങ്ങളായിട്ടുള്ളത്. നമ്മൾ വെള്ളവും വളവും അങ്ങോട്ട് നൽകി അതിനെ വൻ വൃക്ഷമാക്കാൻ ശ്രമിച്ചാൽ അത് അങ്ങനെ വളരുകയില്ല. 35ഓളം ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെടുകയും പിന്നീട് alibaba.com എന്ന വെബ്സൈറ്റ് സ്ഥാപിച്ച് അതിലൂടെ ശതകോടീശ്വരനായി മാറിയ ബിസിനസ്സുകാരൻ ജാക്ക് മായും എല്ലാം ഈ ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് വളർന്നു വന്ന് ലോക ചരിത്രത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നോ, പ്രതിസന്ധികൾ നേരിടുന്നോ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നോ, നിങ്ങൾക്കായി കാലം ഒരു വൻ വിജയം കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് മുറുകെ പിടിച്ച് കൊണ്ട് ആ സാധ്യത മനസ്സിലാക്കി മുന്നേറുക. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതിസന്ധികൾ നൽകുന്നത് നമ്മളെ വിജയത്തിലേക്ക് എത്താൻ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ്. നമ്മൾ എത്രത്തോളം പ്രതിസന്ധികളും കഠിനമായ അവസ്ഥകളും തരണം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ വിജയികളായി മാറിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വിജയം തൊട്ടടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ ദൃഢനിശ്ചയത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. വിജയം സുനിശ്ചിതം. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.